Hi my dear friends, എല്ലാവർക്കും ഒരിക്കൽ കൂടി MP ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മുസ്തഫ പുഞ്ചപ്പാടം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് UPSC എക്സാമിൽ പ്രിലിംസിൽ വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന ഒരു ഏരിയയാണ് മാപ്സ്. ഓരോ വർഷവും ഓരോ റീജിയനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കറണ്ട് അഫയേഴ്സിൽ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ധാരാളം ക്വസ്റ്റ്യൻസ് മാപ്പുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട്. അത് വാട്ടർ ബോഡീസ് ആയാലും മറ്റുള്ള രാജ്യങ്ങളുടെ ഓരോ രാജ്യവുമായിട്ട് ബോർഡർ ചെയ്യുന്ന ഏരിയകളായാലും അതുപോലെ മറ്റുള്ള ഓരോരോ റീജിയനുമായി ബന്ധപ്പെട്ട് മാപ്പുകളുടെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു ഏരിയയാണ് മാപ്പ് സ്റ്റഡി. അപ്പോൾ നമ്മൾ ഇന്ന് മുതലൊരു എപ്പിസോഡ് പോലെ ഇവിടെ തുടങ്ങാണ്. പ്രധാനപ്പെട്ട നമ്മൾ പഠിച്ചിരിക്കേണ്ട ജോഗ്രഫിക്കൽ ഏരിയാസിൽ മാപ്പുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ വിശദമായി അടങ്ങുന്ന ഒരു ക്ലാസ്സാണ് നടക്കുന്നത്. അതുപോലെ തന്നെ പല ഏരിയകളും നിങ്ങൾക്ക് പഠിക്കാനും ചില രാജ്യങ്ങളുടെ പേരൊക്കെ ഓർത്തിരിക്കാനും എളുപ്പത്തിന് വേണ്ടി കോഡുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ടും ചില കഥകളിലൂടെയും ചിലത് അല്ലാതെ നിങ്ങൾ ബൈഹാർട്ട് പഠിക്കേണ്ട രീതിയിലുമൊക്കെയാണ് എന്ത് ചെയ്യുന്നത്. നമ്മൾ നല്ല രസകരമായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സ്ട്രാറ്റജിയാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. അപ്പം ഇത് ഒരു വീഡിയോ കൊണ്ട് മാത്രം തീരുന്നതല്ല, തുടർച്ചയായ കുറച്ച് വീഡിയോകളിലൂടെയാണ് എന്ത് ചെയ്യുന്നത് ഈ വേൾഡ് മൊത്തം നമ്മൾ മാപ്പ് കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ എല്ലാവരും നിർബന്ധമായിട്ട് ഇത് കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളൊരു മെൻറ്ററിങ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ UPSC സിവിൽ സർവീസിലേക്ക് എത്താൻ വേണ്ടി എല്ലാവിധ സഹായങ്ങളും നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് മെൻറ്ററിങ് നൽകുന്ന ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ആർക്കെങ്കിലും കൂടുതൽ അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലോ അതിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും എന്ത് ചെയ്യാവുന്നതാണ്, ഈ നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലും ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും, ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മാപ്പിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ വേൾഡ് മാപ്പിൽ ഏഷ്യയിലുള്ളൊരു ഭാഗമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വേൾഡ് മാപ്പിൽ ഏഷ്യ ഏകദേശം കിടക്കുന്ന എവിടെയെന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ മാപ്പിനെ കുറിച്ചുള്ള ബേസിക്സ് ആയിട്ടുള്ള ഐഡിയകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് കരുതാണ്. കോണ്ടിനെൻസിനെ കുറിച്ചും ഓഷ്യൻസിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ ഉണ്ടാക്കുക. പിന്നെ അതിൽ മൈന്യൂട്ട് ലെവലിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിൽ ഏഷ്യയിൽ ഏകദേശം വെസ്റ്റ് ഏഷ്യൻ്റെ ഭാഗത്ത് വരുന്ന ഭാഗങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വെസ്റ്റ് ഏഷ്യയും യൂറോപ്പും ബോർഡർ ചെയ്യുന്ന ചില വാട്ടർ ബോഡീസ് ബന്ധപ്പെട്ട്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ബ്ലാക്ക് സീ ആണ്. ഓക്കെ, അപ്പോൾ ഏഷ്യൻ്റെ ഒരു ഓവറോൾ ഐഡിയ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഇന്ത്യൻ ഓഷ്യൻ, അതുപോലെ തന്നെ ഒരു സൈഡിൽ പസഫിക് ഓഷ്യൻ, മുകളിൽ ആർട്ടിക് ഓഷ്യൻ, ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ഏഷ്യ ബോർഡർ ചെയ്യുന്നത്. അത് ഒരു സൈഡിൽ നോർത്തിൽ പസഫിക് ഓഷ്യൻ ആണെങ്കിൽ ഈസ്റ്റിൽ നോർത്തിൽ ആർട്ടിക് ഓഷ്യൻ ആണെങ്കിൽ ഈസ്റ്റിൽ പസഫിക് ഓഷ്യൻ ഉണ്ട്. അതുപോലെ തന്നെ സൗത്തിൽ ഇന്ത്യൻ ഓഷ്യൻ്റെ ഭാഗമായിട്ട് കാണപ്പെടുന്നുണ്ട്. എന്നാൽ മറ്റേ സൈഡിൽ ഒരു ഭാഗത്ത് യൂറോപ്പാണ് നമ്മൾ കാണുന്നത്. യൂറോപ്പ്, പിന്നെ ഒരു സൈഡിലാണ് മെഡിറ്ററേനിയൻ സീ ആയിട്ട് ബോർഡർ ചെയ്യുന്നുണ്ട് യൂറോപ്പിലെ തന്നെ. മറ്റൊരു ഭാഗത്ത് റെഡ് സീയിലൂടെ എന്ത് ചെയ്യുന്നുണ്ട് ഗൾഫ് ഓഫ് ഏദൻ, ആ വഴിയാണ് എന്ത് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഏഷ്യ കിടക്കുന്നത്. ഇതിൽ നമ്മൾ ഓരോ വാട്ടർ ബോഡീസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമതായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ബ്ലാക്ക് സീ ആണ്. ഓക്കെ, അത് ഏഷ്യയും യൂറോപ്പും തമ്മിൽ ബോർഡർ ചെയ്യുന്ന ആ ഒരു ഭാഗത്തുള്ള ബ്ലാക്ക് സീയിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. ചില വാട്ടർ ബോഡീസ് ബന്ധപ്പെട്ട് UPSC എപ്പോഴും ചോദിക്കുന്നതാണ് ബ്ലാക്ക് സീ ബോർഡർ ചെയ്യുന്ന രാജ്യങ്ങൾ ആരൊക്കെയെന്നുള്ളത്. അത് 2-3 രാജ്യങ്ങൾ, അതില്ലാത്ത രാജ്യങ്ങളും കൂട്ടി തരാറുണ്ട്. അപ്പോൾ അതിൽ എലിമിനേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ചിലതൊക്കെ നമ്മൾ ചില കോഡുകൾ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കോഡുകൾ ഉപയോഗിക്കാതെ തന്നെ ചില കഥകളിലൂടെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഓർത്തിരിക്കാൻ വേണ്ടി ചെയ്യുന്നത്. അതല്ലാതെ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റിയെങ്കിൽ അങ്ങനെ ചെയ്തു വെക്കുക. അത് ബുദ്ധിമുട്ടുള്ള ആളുകൾ എന്ത് ചെയ്യാവുന്നതാണ്, ഇത്തരത്തിലുള്ള കോഡുകൾ ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ കോഡുകൾ എന്താ ചെയ്യുക ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ബ്ലാക്ക് സീയിലേക്ക് വരുമ്പോൾ ഈ കാണുന്ന പോലെ തന്നെ ബ്ലാക്ക് സീ ഏഷ്യയും അതുപോലെ തന്നെ യൂറോപ്പിൻ്റെയും രാജ്യങ്ങളുടെ ബോർഡർ ചെയ്യുന്ന ഒരു വാട്ടർ ബോഡിയാണ് ബ്ലാക്ക് സീ എന്ന് അറിഞ്ഞിരിക്കുക. ബ്ലാക്ക് സീയിൽ നമ്മൾ കാണുന്നത് ഏഷ്യ എന്ന് വരുന്ന രാജ്യങ്ങൾ ഒന്ന് ടർക്കി ഉണ്ട്, അതുപോലെ തന്നെ ജോർജിയ. ഈ 2 രാജ്യങ്ങൾ ഏഷ്യ എന്നാണ് വരുന്നത്. ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ വരുന്നത് യൂറോപ്പിൽ നിന്നാണ്. ഒന്ന് റഷ്യ വരുന്നുണ്ട് യൂറോപ്പിൽ നിന്ന്, അതുപോലെ തന്നെ യുക്രൈൻ വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ റൊമാനിയ ഉണ്ട്, ബൾഗേറിയ ഉണ്ട്. ഓക്കെ, ഇത്രയും രാജ്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ബ്ലാക്ക് സീനെ ബോർഡർ ചെയ്യുന്നത് അറിഞ്ഞിരിക്കുക. ഒന്ന് റഷ്യ, ദെൻ യുക്രൈൻ, ദെൻ റൊമാനിയ, ബൾഗേറിയ, ടർക്കി ആൻഡ് ജോർജിയ. ഓക്കെ, അപ്പോൾ ഈ രാജ്യങ്ങൾ പഠിക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു കഥ പോലൊരു കോഡാണ്. നിങ്ങൾക്ക് രസകരമായി തോന്നാമെങ്കിലും നമുക്കറിയാമല്ലോ റഷ്യയും യുക്രൈനും എപ്പോഴും തർക്കം ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയൊരു കോഡാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ റഷ്യയും യുക്രൈനും തർക്കമാണ് എന്തിന്, നമ്മളെ ജോർജിയയോട്, നല്ല സുന്ദരിയായിട്ടുള്ള ജോർജിയയോട് റൊമാൻസ് തോന്നിയിട്ട് ഒരു ബർഗർ വാങ്ങി കൊടുക്കാൻ വേണ്ടി എപ്പോഴും തർക്കമാണെന്ന് ആലോചിച്ചാൽ മതി. ഇതൊരു കോഡാണ്. ഇതിലൂടെ നമുക്ക് രാജ്യങ്ങളൊക്കെ ഓർത്തിരിക്കാൻ പറ്റും. ഒന്ന് റഷ്യ, യുക്രൈൻ, തർക്കം എന്ന് പറയുമ്പോൾ ടർക്കി ആലോചിക്കണം. ഓക്കെ, ടർക്കി എന്നൊക്കെ പറയുന്നത് ടർക്കി ആലോചിക്കുക. അതുപോലെ തന്നെ
തർക്കമാണ് എന്തിനു വേണ്ടി? ജോർജിയയോട് റൊമാൻസ് വന്നില്ല. അപ്പോൾ ജോർജിയ റൊമാൻസ് തരുമ്പോൾ റൊമാനിയൻ ഓർമ്മ വരണം. റൊമാനിയ, ദെൻ ബൾഗേറിയ. ഓക്കെ, ഈ രാജ്യങ്ങളാണ് ഇതെല്ലാം അറിഞ്ഞിരിക്കുക. റഷ്യ, യുക്രൈൻ, ടർക്കി, ജോർജിയ, റൊമാനിയ, ബൾഗേറിയ. അങ്ങനെ 6 രാജ്യങ്ങളാണ്. അതിൽ 2 രാജ്യങ്ങൾ ടർക്കിയും ജോർജിയും ഏഷ്യ എന്നാണ്. ബാക്കി 4 രാജ്യങ്ങളും യൂറോപ്പ് എന്നാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി ബ്ലാക്ക് സീയിൽ തന്നെ നമ്മൾ 1-2 കാര്യങ്ങളോട് അറിയേണ്ടത്. ഒന്ന്, അതിൽ തന്നെ ചെറിയ 1-2 സീകളും അതിലേക്കുള്ള 2 സ്ട്രേറ്റുകളും അതിൽ പഠിച്ചിരിക്കേണ്ടതുണ്ട്. ഒന്ന്, ആ റഷ്യയുടെയും യുക്രൈൻ്റെയും ഇടയിൽ കിടക്കുന്ന ആ ഒരു സ്മോൾ സീനെ പറയുന്ന പേരാണ് സീ ഓഫ് അസോവ്. ഓക്കെ, സീ ഓഫ് അസോവ് എന്നാണ് അറിയപ്പെടുന്നത്, നിങ്ങൾ കാണുന്നുണ്ടാവും. അതുപോലെ തന്നെ ആ ബ്ലാക്ക് സീയിൽ നിന്നും സീ ഓഫ് അസോവിലേക്ക് കടക്കുന്ന സ്ട്രേറ്റിനെ പറയപ്പെടുന്ന പേരാണ് സ്ട്രേറ്റ് ഓഫ് കേർച്ച്. ഓക്കെ, സ്ട്രേറ്റ് ഓഫ് കേർച്ചും സീ ഓഫ് അസോവും മറക്കരുത്. ബ്ലാക്ക് സീനെയും സീ ഓഫ് അസോവിനെയും കണക്ട് ചെയ്യുന്ന സ്ട്രേറ്റാണ് സ്ട്രേറ്റ് ഓഫ് കേർച്ച് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ വേറൊരു സ്ട്രേറ്റും എന്ത് ചെയ്യേണ്ടതുണ്ട്, ഇതിൽ പഠിക്കേണ്ടതുണ്ട്. അതാണ് സ്ട്രേറ്റ് ഓഫ് ബോസ്ഫറസ്. ബ്ലാക്ക് സീയിൽ നിന്ന് ഏജിയൻ സീ, മെഡിറ്ററേനിയൻ സീൻ്റെ ഭാഗമായിട്ടുള്ള ഏജിയൻ സീയിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു സ്ട്രേറ്റിനെ പറയുന്ന പേരാണ് സ്ട്രേറ്റ് ഓഫ് ബോസ്ഫറസ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ സ്ട്രേറ്റ് ഓഫ് ബോസ്ഫറസ് കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഏജിയൻ സീയിലേക്ക് കണക്ട് ചെയ്യുന്ന സ്ട്രേറ്റ് തന്നെയാണ് ഇതിന് പറയൽ. അതിൻ്റെ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് മൈനോട്ട് ലെവലിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ടർക്കിയുടെ 2 ഭാഗത്തും ടർക്കി തന്നെയാണ്, ഏഷ്യയിലും യൂറോപ്പിലും കിടക്കുന്നുണ്ട്. അത് രണ്ടിൻ്റെ ഇടയിലുള്ള ആ ഒരു ചെറിയ സീനെ വീണ്ടും പറയുന്ന പേര് സീ ഓഫ് മർമറ എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതും കറക്റ്റ് ആയിരിക്കും. ബ്ലാക്ക് സീനെയും സീ ഓഫ് മർമറിനെയും കണക്ട് ചെയ്യുന്ന സ്ട്രേറ്റാണ് സ്ട്രേറ്റ് ഓഫ് ബോസ്ഫറസ് എന്ന് പറഞ്ഞാലും എന്തായിരിക്കും, അതും ആൻസർ കറക്റ്റാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞത് സീ ഓഫ് അസോവിലൂടെ നമുക്ക് എങ്ങോട്ട് കിടക്കാണ്, സ്ട്രേറ്റ് ഓഫ് കേർച്ചിലൂടെ ബ്ലാക്ക് സീയിലേക്ക് കിടക്കാണ്. ബ്ലാക്ക് സീന്ന് ബോസ്ഫറസ്, സ്ട്രേറ്റ് ഓഫ് ബോസ്ഫറസിലൂടെ സീ ഓഫ് മർമറയിലേക്ക് കിടക്കാണ്. സീ ഓഫ് മർമറയിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഏജിയൻ സീയിലേക്ക് കിടക്കുന്നത്. ഏജിയൻ സീ എന്നാൽ മെഡിറ്ററേനിയൻ സീൻ്റെ ഭാഗമാണ്. മെഡിറ്ററേനിയൻ സീ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കും. അപ്പോൾ ഇത് അറിഞ്ഞിരിക്കുക. ഈ സീ ഓഫ് മർമറ പൂർണ്ണമായിട്ട് എന്താണ്, ടർക്കി എന്നുള്ള രാജ്യത്തിൻ്റെ ഇടയിലാണുള്ളതെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇതാണ് എന്ത് ബ്ലാക്ക് സീയുമായിട്ട് പ്രധാനമായിട്ട് നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം ഒറ്റ റിവിഷൻ എന്നുള്ള രീതിയിൽ ബ്ലാക്ക് സീയുടെ കാര്യം നമ്മൾ പഠിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്. ബ്ലാക്ക് സീയുടെ കാര്യമാണെങ്കിൽ ബ്ലാക്ക് സീ ബോർഡർ ചെയ്യുന്ന രാജ്യങ്ങൾ റഷ്യ, യുക്രൈന്, ടർക്കി, ജോർജിയ, റൊമാനിയ, ബൾഗേറിയ. ഈ ഒരു ഓർഡർ പഠിച്ചാൽ വേണ്ടി എപ്പോഴും ശ്രമിക്കണം. ഓർഡർ പോകുന്നത് ടർക്കി, ജോർജിയ, റഷ്യ, യുക്രൈൻ, റൊമാനിയ, ബൾഗേറിയയാണ്. അതിൽ നിന്നും അതിൽ ഉള്ളിൽ തന്നെയുള്ള ഒരു സീയാണ് സീ ഓഫ് അസോവ്. സീ ഓഫ് അസോവ് എന്ന് നമ്മൾ സ്ട്രേറ്റ് ഓഫ് കേർച്ചിലൂടെ ബ്ലാക്ക് സീയിലേക്ക് കടക്കാണ്. ബ്ലാക്ക് സീന്ന് എന്ത് ചെയ്യാണ്, അടുത്ത സ്ട്രേറ്റ് ഓഫ് ബോസ്ഫറസിലൂടെ സീ ഓഫ് മർമറയിലേക്കും, മർമറയിൽ നിന്ന് എങ്ങോട്ടും കിടക്കാണ് മെഡിറ്ററേനിയൻ സീ അഥവാ ഏജിയൻ, മെഡിറ്ററേനിയൻ സീൻ്റെ ഭാഗമായിട്ടുള്ള ഏജിയൻ സീയിലേക്കും എന്ത് ചെയ്യാൻ പറ്റും, കടക്കാൻ പറ്റുമെന്ന് അറിഞ്ഞിരിക്കുക. ഇത്രയാണ് ബ്ലാക്ക് സീയെക്കുറിച്ച് പഠിക്കേണ്ടത്. ഇനി നമ്മൾ തൊട്ടടുത്തായിട്ട് പോകുന്നത് അതിൻ്റെ അടുത്ത് തന്നെ ബ്ലാക്ക് സീയുടെ അടുത്ത് തന്നെ കാണുന്ന കാസ്പിയൻ സീയിലേക്കാണ്. അപ്പോൾ അവിടെ ഒരു ഓവറോൾ വ്യൂ നോക്കുമ്പോൾ ഒരിക്കലും ബ്ലാക്ക് സീയും കാസ്പിയൻ സീയും തമ്മിൽ വാട്ടർ ബോഡിയായിട്ട് കണക്ഷൻ ഇല്ല എന്നുള്ളത് പ്രത്യേകം അറിഞ്ഞിരിക്കണം. ഒരു കാസ്പിയൻ സീ എന്നുള്ള ലേക്ക് പോലെ ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. സീ എന്നുള്ള പേരേ അതിനുള്ളൂ. ഓക്കെ, കാസ്പിയൻ സീ ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുക. നമ്മൾ ആ രാജ്യങ്ങൾ തമ്മിലൊക്കെ തർക്കം ഉണ്ടായിരുന്നു. അപ്പോൾ കാസ്പിയൻ സീ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മിനറൽ റിച്ച് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഓക്കെ, കാസ്പിയൻ സീൻ്റെ മാപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് നോക്കുന്നത് നമ്മൾ. അതിൽ മാപ്പിലേക്ക് പോകുമ്പോൾ അതും ഏഷ്യയിലും യൂറോപ്പിനും രണ്ടിലുമാണ് എന്ത് ചെയ്യാണ്, രണ്ടിലും ബോർഡർ ചെയ്ത് കിടക്കുന്ന ഒരു വാട്ടർ ബോഡിയാണെന്ന് അറിഞ്ഞിരിക്കുക. യൂറോപ്പിൻ്റെ ഭാഗമായിട്ടുള്ള റഷ്യൻ യൂറോപ്പിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ബോർഡർ ചെയ്യുന്നുണ്ട് അറിഞ്ഞിരിക്കുക. അത് വരുന്ന രാജ്യങ്ങൾ ഏഷ്യയിൽ നിന്ന് വരുന്ന രാജ്യങ്ങളാണെങ്കിൽ അസർബൈജാൻ, ഇറാൻ, ടർക്ക്മെനിസ്ഥാൻ, ദെൻ കസാക്കിസ്ഥാൻ. ഇത്രയും രാജ്യങ്ങളാണ് ഏഷ്യ എന്നുള്ളത്. അതിൻ്റെ കൂടെ റഷ്യ. ഇത്രയും രാജ്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഈ കാസ്പിയൻ സീനെ ബോർഡർ ചെയ്യുന്ന അറിഞ്ഞിരിക്കുക. ഇന്ത്യയുടെ ഒരു ലിങ്കേജ് പ്രോഗ്രാമൊക്കെ കാസ്പിയൻ സീയിലേക്ക് വരുന്നുണ്ട്. അതിൽ കാസ്പിയൻ സീ ബോർഡർ ചെയ്യുന്ന രാജ്യങ്ങൾ അസർബൈജാൻ നിങ്ങൾ കാണുന്നുണ്ടാവും, ദെൻ ഇറാൻ, ദെൻ ടർക്ക്മെനിസ്ഥാൻ, കസാക്കിസ്ഥാൻ, റഷ്യ. ഓക്കെ, അപ്പോൾ അത്രയാണ് എന്ത് ചെയ്യുന്നത് കാസ്പിയൻ സീയെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. ഈ 5 രാജ്യങ്ങൾ ബോർഡർ ചെയ്യുന്ന 5 രാജ്യങ്ങളെ പഠിക്കാൻ വേണ്ടി മറക്കരുത്. ഇന്ത്യയുടെ NSTC പ്രോഗ്രാമൊക്കെ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ നമ്മൾ കാസ്പിയൻ സീയിലൂടെയാണ് കടന്നു പോകുന്നത്. ബോംബെയിൽ നിന്നും നമ്മൾ ഇറാനിലൂടെ കാസ്പിയൻ സീ വഴിയാണ് എന്ത് ചെയ്യുന്നത്, വോൾഗ റിവറിലൂടെ മോസ്കോയിലോട്ട് പോകുന്നൊരു പ്രോഗ്രാമാണ്. അപ്പോൾ അത് എന്തുകൊണ്ടും കാസ്പിയൻ സീ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, മിനറൽ റിച്ച് ആയിട്ടുള്ള ഏരിയയാണ്. ആ ബോർഡർ ചെയ്യുന്ന രാജ്യങ്ങൾ എന്ത് ചെയ്യണം, മറക്കരുത്. ഓക്കെ, അതാണ് കാസ്പിയൻ സീ. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി കാസ്പിയൻ സീ പറഞ്ഞു, പിന്നെ നമ്മൾ ബ്ലാക്ക് സീ പറഞ്ഞു. ഇനി നമ്മൾ ആ ഒരു സൈഡിലൂടെ എങ്ങോട്ട് പോവാണ്, റെഡ് സീ, ദെൻ ഇന്ത്യൻ ഓഷ്യൻ, ദെൻ ഗൾഫ്.
പേർഷ്യൻ ഗൾഫ്, അത്തരം ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. നമുക്ക് പേർഷ്യൻ ഗൾഫിൽ നിന്ന് തുടങ്ങാം. പേർഷ്യൻ ഗൾഫിൻ്റെ ഭാഗത്തു നിന്നാണ് ഇനി നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഞാൻ പറയുന്ന ഓരോ വാട്ടർ ബോഡീൻ്റെ ഒരു ഓവറോൾ വ്യൂ എവിടെയാണ് കിടക്കുന്നത് എന്നുള്ളൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതിൽ പേർഷ്യൻ ഗൾഫ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ഓഷ്യൻ പറയുകയാണെങ്കിൽ ഇന്ത്യൻ ഓഷ്യനിൽ അറേബ്യൻ സീ വരുന്നുണ്ട്. അറേബ്യൻ സീ കഴിഞ്ഞ് അതിൽ ഗൾഫ് ഓഫ് ഒമാൻ വരുന്നുണ്ട്, കാണാൻ പറ്റും ഗൾഫ് ഓഫ് ഒമാൻ. ഗൾഫ് ഓഫ് ഒമാനിൽ നിന്നാണ് നമ്മൾ അങ്ങോട്ട് കിടക്കുന്നത്, പേർഷ്യൻ ഗൾഫിലേക്ക് കിടക്കുന്നത്. ഓക്കെ, ഗൾഫ് ഓഫ് ഒമാനിൽ നിന്നും പേർഷ്യൻ ഗൾഫിലേക്ക് കടക്കുന്ന ആ സ്ട്രേറ്റിനെ പറയുന്ന പേരാണ് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ്. അവിടെ ഇറാൻ്റെ വളരെ ധാരാളം നടന്ന ഇറാനും US തമ്മിലൊക്കെ ഇഷ്യൂ നടന്ന ഒരു ഏരിയയാണ്. വളരെയധികമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയും കൂടിയാണ് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് എന്ന് അറിഞ്ഞിരിക്കുക. ഇതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, പ്രധാനപ്പെട്ട ഷിപ്പ് ഒരു ഷിപ്പ് ഓയിൽ റിച്ച് ആയിട്ടുള്ള ഏരിയയാണ് പേർഷ്യൻ ഗൾഫ്. അവിടെ നിന്നുള്ള എല്ലാ ഓയിലായിട്ട് വരുന്ന ഷിപ്പുകളൊക്കെ വരുന്ന ഒരു സ്ട്രേറ്റാണ് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ്. ധാരാളം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. കറണ്ട് അഫയേഴ്സ് ധാരാളം ഡിസ്കസ് ചെയ്ത ഒരു ഏരിയയും കൂടിയാണ് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ്. അപ്പോൾ ഇന്ത്യൻ ഓഷ്യനിൽ പേർഷ്യൻ ഗൾഫിലേക്ക് കടക്കുന്നു എന്ന് പറയാം, അല്ലെങ്കിൽ ഗൾഫ് ഓഫ് ഒമാനെയും പേർഷ്യൻ ഗൾഫിനെയും കണക്ട് ചെയ്യുന്ന സ്ട്രേറ്റാണ് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ്. ഓക്കെ, അത് അറിഞ്ഞിരിക്കാൻ മറക്കരുത്. അപ്പോൾ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിലേക്ക് വരുമ്പോൾ മുന്നായിട്ട് നമുക്ക് ഗൾഫ് ഓഫ് ഒമാനിലുള്ള രാജ്യങ്ങൾ ആരൊക്കെ നോക്കാം. ഗൾഫ് ഓഫ് ഒമാനിൽ ബോർഡർ ചെയ്യുന്ന രാജ്യങ്ങൾ ഒന്ന് ഒമാൻ തന്നെയാണ്, പിന്നെ UAE-ൻ്റെ ഒരു ഭാഗം ഗൾഫ് ഓഫ് ഒമാനിലേക്കുണ്ട്, അതുപോലെ തന്നെ ഇറാൻ്റെയും ഭാഗമാണ്. ഈ 3 രാജ്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഗൾഫ് ഓഫ് ഒമാനിൽ ബോർഡർ ചെയ്യുന്നത് അറിഞ്ഞിരിക്കാം. ഇത്തരം കാര്യങ്ങൾ പഠിക്കാൻ മറക്കരുത്. ദെൻ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് സെപ്പറേറ്റ് ചെയ്യുന്നത്, കണക്ട് ചെയ്യുന്നത് പേർഷ്യൻ ഗൾഫിനെയും ഗൾഫ് ഓഫ് ഒമാനെയുമാണ്. എന്നാൽ സെപ്പറേറ്റ് ചെയ്യുന്നത് ഒമാൻ്റെ ഒരു ഭാഗവും അതുപോലെ തന്നെ ഇറാനെയുമാണ് എന്ത് ചെയ്യുന്നത്, സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് സെപ്പറേറ്റ് ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കാം, അതും പഠിച്ചു വെക്കുക. അടുത്ത് പേർഷ്യൻ ഗൾഫിലുള്ള ബോർഡർ ചെയ്യുന്ന രാജ്യങ്ങളാണ് നോക്കുന്നത്. ഓയിൽ റിച്ച് ആയിട്ടുള്ള ഏരിയയാണ് പേർഷ്യൻ ഗൾഫ്. അപ്പം അതിൽ ബോർഡർ ചെയ്യുന്നത് മുകളിൽ നിന്ന് വരികയാണെങ്കിൽ ഒന്ന് ഇറാനാണ് ഫസ്റ്റ് ബോർഡർ ചെയ്യുന്നത്. അതിനുശേഷം ഇറാഖിൻ്റെ ചെറിയൊരു ഭാഗം എന്ത് ചെയ്യുന്നുണ്ട്, പേർഷ്യൻ ഗൾഫിലേക്ക് വരുന്നുണ്ടെന്ന് അറിഞ്ഞിരിക്കാം. ഇറാൻ ഇതിന് കഴിഞ്ഞാൽ കുവൈത്താണ്, തൊട്ട് താഴെ വരുന്നത് കുവൈത്താണ്. അതുപോലെ തന്നെ അതിൻ്റെ താഴെ വരുന്നത് സൗദി അറേബ്യയുടെ ഭാഗമാണ് എന്ത് ചെയ്യുന്നത്, സൗദി അറേബ്യ ബോർഡർ ചെയ്യുന്നുണ്ട്. തൊട്ട് താഴെ ബഹ്റൈൻ കാണാൻ പറ്റും, ചെറിയ രാജ്യമാണ് ബഹ്റൈൻ. ദെൻ അതിന് ഖത്തർ കാണാൻ പറ്റും. അതുപോലെ തന്നെ UAE, ദെൻ ഒമാൻ. ഇത്രയും രാജ്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, പേർഷ്യൻ ഗൾഫിൽ ബോർഡർ ചെയ്യുന്ന അറിഞ്ഞിരിക്കുക. ഇറാൻ, ദെൻ ഇറാഖ്, ദെൻ കുവൈത്ത്, ദെൻ സൗദി അറേബ്യ, ദെൻ ബഹ്റൈൻ, ഖത്തർ, UAE, ദെൻ ഒമാൻ്റെ ഒരു ഭാഗം. ഓക്കെ, ഒമാൻ ഇന്ത്യൻ ഓഷ്യനിലേക്ക് കടക്കുന്ന ഒരു ഇതാണെങ്കിൽ കൂടി ഒമാൻ്റെ ഒരു പ്രശ്നം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പാർട്ട് അവിടെ പേർഷ്യൻ ഗൾഫിലേക്ക് ഉണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കാം. ഇത്രയാണ് എന്ത് ചെയ്യുന്നത്, പേർഷ്യൻ ഗൾഫിലേക്ക് ബോർഡർ ചെയ്യുന്ന രാജ്യങ്ങൾ. എല്ലാം ഏഷ്യയിലെ രാജ്യങ്ങൾ മാത്രമാണ്. അപ്പോൾ പേർഷ്യൻ ഗൾഫിൽ നിന്നും ഗൾഫ് ഓഫ് ഒമാനിലേക്ക് നമുക്ക് കടക്കുന്നത് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിലാണ്. അപ്പോൾ ദെൻ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ നിന്ന് ഗൾഫ് ഓഫ് ഒമാനിലേക്ക് കടക്കുന്നു. ഗൾഫ് ഓഫ് ഒമാനിൽ നിന്ന് നേരെ അറേബ്യൻ സീയിലേക്ക്, അഥവാ ഇന്ത്യൻ ഓഷ്യൻ്റെ ഭാഗമായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. അതുപോലെ തന്നെ ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൻ്റെ അവിടെയാണ് എന്തുള്ളത്, ബന്ദർ അബ്ബാസ് എന്നുള്ള പോർട്ട്, പ്രധാനപ്പെട്ട ഒരു പോർട്ടുള്ളത് അവിടെയെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇന്ത്യ ഒരു പോർട്ട്സ് ഉണ്ടാക്കുന്നത് ചാബഹാർ പോർട്ടാണ്. അത് നമ്മൾ ഗൾഫ് ഓഫ് ഒമാനിലാണ് കാണുന്നത് ചാബഹാർ പോർട്ട് എന്നുള്ള അറിഞ്ഞിരിക്കുക. ഇറാനിലുള്ള ഈ പോർട്ടും 2 പോർട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയാണ് അറിഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഓരോ ഈ രാജ്യങ്ങളുടെയൊക്കെ ക്യാപിറ്റൽ ഏതാണെന്നുള്ളത് അറിഞ്ഞിരിക്കുമല്ലോ, എപ്പോഴും നല്ലതായിരിക്കും. അതിൽ ഇറാൻ്റെ ക്യാപിറ്റൽ ടെഹ്റാനാണ്, നിങ്ങൾ കാണുന്നുണ്ടാവും ടെഹ്റാൻ എവിടെയെന്നുള്ളത്. ഇറാഖിൻ്റെ ക്യാപിറ്റൽ കാണുന്നത് ബാഗ്ദാദാണ്, നിങ്ങൾ കാണുന്നുണ്ടാവും ബാഗ്ദാദ്. അതിൽ നിന്ന് ബോർഡർ ചെയ്യുന്ന ഏരിയ അല്ല, പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഏരിയ അല്ല എന്ന് അറിഞ്ഞിരിക്കാം. ഇറാൻ്റെ ക്യാപിറ്റലാണ് തെഹ്റാൻ, ഏകദേശം കാസ്പിയൻ സീയിലേക്ക് അടുത്തിരിക്കുന്ന ഒരു ഏരിയയിലാണ്. ദെൻ കുവൈത്തിൻ്റെ ക്യാപിറ്റലായിട്ട് വരുന്നത് അത് ഇതിലേക്ക് ബോർഡർ ചെയ്യുന്ന സ്ഥലത്ത് തന്നെയാണ്, അത് കുവൈത്ത് സിറ്റി തന്നെയാണ്, ഏകദേശം കുവൈത്ത് തന്നെയാണ് എന്ത് ചെയ്യുന്നത് അതിൻ്റെ ബോർഡർ ക്യാപിറ്റലായിട്ട് വരുന്നത്. സൗദി അറേബ്യൻ്റെ ക്യാപിറ്റൽ റിയാദാണ്, ഏകദേശം സെൻട്രലായിട്ടാണ് വരുന്നത്, അത് അറിഞ്ഞിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ബഹ്റൈൻ്റെ ക്യാപിറ്റലാണ് മനാമ എന്നുള്ളതാണ് ബഹ്റൈൻ്റെ ക്യാപിറ്റൽ. ദെൻ ഖത്തറിൻ്റെ ക്യാപിറ്റൽ ദോഹ. അതുപോലെ തന്നെ UAE-ൻ്റെ ക്യാപിറ്റലാണ് അബുദാബി, അത് നിങ്ങൾ കാണുന്നുണ്ടാവും അബുദാബി എവിടെയെന്നുള്ളത്. പിന്നെ ഒമാൻ്റെ ക്യാപിറ്റൽ വരുന്നത് മസ്കറ്റാണ്, അത് ഗൾഫ് ഓഫ് ഒമാനിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ബോർഡർ ചെയ്യുന്ന ഒരു സ്ഥലത്താണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഓരോ ഏരിയകളും പഠിക്കുമ്പോൾ അതിൻ്റെ ക്യാപിറ്റലും കൂടി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം UPSC രാജ്യങ്ങൾ കടന്നിട്ട് ക്യാപിറ്റൽ കാണുന്നുണ്ട്. ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്ക് അടുത്ത് വരുന്ന ക്യാപിറ്റലുകൾ ഏതൊക്കെയാണെന്നുള്ളതും, അതുപോലെ തന്നെ ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെ അടുത്ത് വരുന്ന ഇത്തരത്തിൽ ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, UPSC ചോദിച്ച് കാണുന്നുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ബ്ലാക്ക് സീയും കാസ്പിയൻ സീയും അതുപോലെ തന്നെ പേർഷ്യൻ ഗൾഫും ഗൾഫ് ഓഫ് ഒമാനുമാണ്. അപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ വെസ്റ്റേൺ ഏഷ്യയാണ് എന്ത് ചെയ്യുന്നത്, ഏകദേശം ബോർഡർ ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് മെഡിറ്ററേനിയൻ സീയും റെഡ് സീയും ആണ്, പിന്നെ ഗൾഫ് ഓഫ് ഏദനും. അപ്പോൾ ഏകദേശം അതോടുകൂടി എന്ത് ചെയ്യും, നമ്മളെ ഈ വെസ്റ്റ് സൈഡിൽ ഏഷ്യ ബോർഡർ ചെയ്യുന്ന വാട്ടർ ബോഡീസ് എല്ലാം കവർ ചെയ്യുന്ന രീതിയിലേക്കാണ് എന്ത് ചെയ്യുന്നത് പോകുന്നത്. അപ്പോൾ ബാക്കിയുള്ള ക്ലാസ്സുകൾ എന്ത് ചെയ്യുക, അടുത്തുള്ള വീഡിയോസിൽ കാണുക.
അപ്പോൾ ഇത് വീണ്ടും 1-2 പ്രാവശ്യം കണ്ടുകൊണ്ട് എന്ത് ചെയ്യണം, പല പ്രാവശ്യം കണ്ട് അഥവാ കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, റിവിഷൻ ചെയ്താലേ ഈ രാജ്യങ്ങളുടെ പേര് ഓർമ്മ കിട്ടാനും സ്റ്റേറ്റുകളുടെയൊക്കെ പേര് ഓർമ്മ കിട്ടാനും സാധിക്കുകയുള്ളൂ. മാപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇൻ്റർനാഷണൽ റിലേഷൻ പഠിക്കുന്ന കാര്യത്തിലും അതുപോലെ തന്നെ മാപ്പായിട്ട് മാത്രം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, UPSC നല്ല ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇതിൽ നല്ലൊരു ഐഡിയ ഉണ്ടെങ്കിൽ ഒരിക്കലും ആ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യില്ല, ആ മാർക്ക് നമുക്ക് നഷ്ടപ്പെട്ടു പോകില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.